നമസ്കാരം, എബിൻ സുരേന്ദ്രനാണ്. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ നവംബർ 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സംസ്ഥാന ശാസ്ത്രോത്സവം നടക്കുകയുണ്ടായി. സംസ്ഥാനത്തു നിന്ന് ഒത്തിരി ആൾക്കാർ പങ്കെടുക്കുകയും അതിൽ ഒരു കുട്ടിക്ക് 1-ാം സ്ഥാനവും എ ഗ്രേഡും കിട്ടി. അത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ തന്നെ തെക്കൻ ജില്ലയായിട്ടുള്ള നമ്മുടെ കൊല്ലം ജില്ലയിൽ എൻ്റെ സ്വന്തം നാടായിട്ടുള്ള ചിതറ ഇരപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യനാണ് അത് കിട്ടിയത്. തികച്ചും ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യം, വിഷ്ണുവിനെ ഞാനൊരു കാലത്ത് പഠിപ്പിച്ചിരുന്നു എന്നത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇതിൽ ചെറിയൊരു വിഷമമുള്ളത്, ഈ ചിതറ പോലുള്ള മേഖലയിൽ, ചിതറ കടക്കൽ മേഖലയിൽ ഒരുപാട് ലോക്കൽ ചാനലുകളുണ്ട്. എന്ത് കിട്ടിയാലും വാർത്തയാക്കുന്ന അവരാരും തന്നെ ഇതുവരെയും വിഷ്ണുവിനെ ഒന്ന് വരികയോ അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മുന്നിലോട്ട് പറയാനുള്ളൊരു ഒരു അല്പമെങ്കിലും ഒരു മാന്യത കാണിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ സങ്കടമാണ്. എന്നിരുന്നാലും ഞാൻ വിഷ്ണുവിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വുഡ് കാർവിംഗ് എന്ന ഇനത്തിലാണ്, പ്രവൃത്തി പരിചയമേളയിൽ വുഡ് കാർവിംഗ് എന്ന ഇനത്തിലാണ് വിഷ്ണുവിന് 1-ാം സ്ഥാനവും എ ഗ്രേഡും കിട്ടിയിരിക്കുന്നത്. 28 പേർ മത്സരിച്ചപ്പോൾ, സംസ്ഥാനത്തിനുടനീളം 28 പേർ മത്സരിച്ചപ്പോൾ 1-ാം സ്ഥാനത്തായിട്ടാണ് വിഷ്ണു ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഞാൻ വിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് വിഷ്ണു, നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. നമ്മുടെ ഒരുപക്ഷെ ചിതറ സ്കൂളിൻ്റെ അഭിമാനമായിരുന്നിരിക്കാം. ഇത്തവണ ചിതറ സ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിൽ. ഇപ്പോൾ പഠിക്കുന്നത് CPHSS-ലാണ്. അപ്പോൾ ഇതൊരു പ്രതിഭ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. കാരണം നല്ലൊരു ചിത്രകാരനാണ്. ഇവൻ്റെ ഐറ്റം ഈ പറഞ്ഞ പോലെ വുഡ് കാർവിംഗ് തന്നെയായിരുന്നു. അപ്പം നല്ലതായിട്ട് പാടും, അത്യാവശ്യം നല്ല ഒരുപാട് കഴിവുകളുള്ള നല്ലൊരു കലാകാരനും കൂടിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ മോനെ, നിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. നമുക്ക് ഈ ഏരിയ നിന്ന് മാറി അപ്പുറത്തോട്ട് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ വിഷ്ണു, എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു സംസ്ഥാന ലെവലിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുന്നത് വരെയുള്ള ഒരു യാത്ര എപ്രകാരമായിരുന്നു? ഞാൻ 2-ാം ക്ലാസ് മുതലാണ് ഈ വുഡ് കാർവിങ്ങിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. 2-ാം ക്ലാസ്സിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ സാറ് സ്കൂളിൽ നിന്ന് എന്നെ അതിൽ ചേർക്കുന്നതാണ്. ഞാൻ അച്ഛൻ ചെയ്യുന്നത് നോക്കി ചെറുതായിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാറിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുമെന്ന്. അച്ഛനാണ് ഗുരു. അച്ഛൻ്റെ പ്രവൃത്തികൾ നോക്കിയാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. അപ്പൊ അച്ഛനാണ് ഗുരു. പിന്നെ നമ്മൾ സബ് ജില്ലയിൽ പോയി. സബ് ജില്ലയിൽ ആദ്യം തന്നെ എ ഗ്രേഡാണ് കിട്ടിയത്. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ, എല്ലാ വർഷങ്ങളിലും ആ ഒരു ത്രെഡ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ എല്ലാ വർഷവും മത്സരിക്കാനുള്ള ഒരു ആവേശം വന്നു. പിന്നെയുള്ള വർഷങ്ങളിൽ മൊത്തം ഫസ്റ്റ് ലക്ഷ്യമാക്കി മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സംസ്ഥാന ലെവലിൽ പോകുന്ന ആദ്യമായിട്ടാണോ? സംസ്ഥാന തലത്ത് 2-ാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ പോയപ്പം ഞാൻ മാനുവൽ കറക്റ്റ് ആയിട്ട് നോക്കാതെയാണ് പോയത്. 40x40 നീളവും വീതിയും ഉള്ള തടി കൊണ്ടുപോകണമായിരുന്നു. അവിടെ ചെന്നപ്പോ എൻ്റെ 40x40 ഇല്ല, നീളം ഉണ്ടായിരുന്നു, വീതി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ലെവൽ ആദ്യമേ അങ്ങ് തകർന്നു. പിന്നെ നമുക്ക് വലിയ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ. അതുകൊണ്ട് അവിടെ നിന്ന് 28 പേരിൽ നിന്ന് 16-ാമത്തെ സ്ഥാനം മേടിച്ചോണ്ട് തിരിച്ചു വരേണ്ടി വന്നു. എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എങ്ങനെയായിരുന്നു? ഇത്തവണ കരുതി കൂട്ടി തന്നെയാണ്. ഇത്തവണ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരു മനസ്സും ഇല്ലായിരുന്നു. പിന്നെ ഈ സ്കൂളിൽ നമുക്ക് ഒരാളാവണ്ടേ, സ്കൂളിലോട്ടാണ് പോയത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് പുതിയ സ്കൂളിലോട്ട് പോയി. അവിടെ കുറച്ച് ആളാവണം. 10-ാം ക്ലാസ് വരെ ചിതറ സ്കൂളിൽ പഠിച്ചിട്ട് ഇപ്പൊ CP സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പൊ CP ഹയർ സെക്കൻഡറി. ശരി, ഏത് വിഷയമാണ്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. എങ്ങനെയാണ് CP സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അധ്യാപകരൊക്കെ വളരെ വലിയ സപ്പോർട്ട് തന്നെയാണ്. അവരെല്ലാ കാര്യത്തിനും കൂടെ ഇരിക്കുകയും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി തരികയും മൊത്തത്തിൽ എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സും പ്രിൻസിപ്പാളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ ഈ ഒരു സംഭവം മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ അവർ ഒരുക്കി തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്? അല്ല, സ്കൂളിലല്ല, നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിനുള്ള സമയമൊക്കെ തരും, അതിന് കൂടുതൽ പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ തരുമായിരുന്നു? നല്ല പ്രോത്സാഹനം. ഏത് ടീച്ചറാണ് കൂടുതൽ കാര്യമായിട്ട് നിന്നിട്ടുള്ളത്? നമുക്ക് 2 ടീച്ചേഴ്സ് ഉണ്ട് വർക്ക് എക്സ്പീരിയൻസിന് അവിടെ നിന്ന്, ബിന്ദു ടീച്ചറും വിനുജ ടീച്ചറും. ഈ 2 ടീച്ചർമാര് നല്ല കാര്യമായിട്ട് തന്നെയാണ്. ഇത് കിട്ടിയപ്പോൾ അവരെന്ത് പറഞ്ഞു? സ്കൂളിന്റെ ചരിത്രത്തിൽ വർക്ക് എക്സ്പീരിയൻസിന് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് വാങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു അഭിമാനം, ഒരു സന്തോഷം അവർക്കുണ്ട്. അവർക്ക് നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയും അല്ലെങ്കിൽ അമ്മയുടെയും സഹോദരങ്ങളുടെയും സഹോദരിയാണല്ലേ ഉള്ളത്? അവളും അത്യാവശ്യം നല്ല കലാകാരിയാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ടിനൊഴികെ അതിനു പുറമെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ടും കൂടെ ആയപ്പോൾ അത് കിട്ടി. എന്തായാലും നല്ല കാര്യം. ഇത്ര സമയമൊന്നുണ്ടോ ഇത് ചെയ്യുന്നത്? 3 മണിക്കൂറാണ് മത്സരിക്കേണ്ട സമയം. ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജില്ലാ ലെവലിലും ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ചു. ഇപ്പോൾ അവസാനം സംസ്ഥാന ലെവലിലും മത്സരം നടന്ന എവിടെയായിരുന്നു? സംസ്ഥാനത്ത് പാലക്കാടാണ്. ഓക്കെ. സ്കൂളുകാർ തന്നെയാണോ കൊണ്ടുപോയത്? സ്കൂളിൽ നിന്നാണ്, ചിലവൊക്കെ സ്കൂളിൽ നിന്നായിരുന്നു. ശരി. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ പാലക്കാട് എത്തിയതിനു ശേഷമുള്ള ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നത് വരെയുള്ള ഒരു സംഭവം?
നമ്മള് ഇവിടുന്ന് പാലക്കാട് മത്സരിക്കാനുള്ള ചിലവൊക്കെ സ്കൂളുകാരെ ആദ്യമേ തന്നിരുന്നു. നമ്മൾ ബസ്സിലാണ് പോയത്. ഞാനും പിന്നെ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അവന് ഫസ്റ്റ് തന്നെയാണ്. അവൻ കോക്കനട്ട് ഷെൽ പ്രോഡക്ട്സിന് അവന് ഫസ്റ്റ് തന്നെയാണ്. നമ്മളെല്ലാവരും 10-ാം തീയതി ആയിരുന്നു മത്സരം. 9-ാം തീയതി വൈകിട്ട് അവിടെ എത്തി. അവിടെ അക്കോമഡേഷനും എല്ലാം നല്ലതായിരുന്നു. 10-ാം തീയതി രാവിലെ 9:30 തൊട്ട് 12:30 വരെ ആയിരുന്നു മത്സരം. ഞാൻ എന്റെ മാക്സിമം ചെയ്തു. എത്ര സമയം എടുത്തു? 3 മണിക്കൂർ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എന്നാലും സമയം പോരായിരുന്നു. 5 മിനിറ്റ് കിട്ടിയിരുന്ന ഞാൻ എന്റെ കുറച്ചുകൂടെ കഴിവങ്ങ് വെളിയെടുത്താനായിരുന്നു. അതെ, ശരി. അപ്പൊ എത്ര പേരാണ് മത്സരിക്കാനുണ്ടായിരുന്നത്? 28 പേരാണ്. സംസ്ഥാന ലെവലിൽ മൊത്തത്തിൽ 28 പേരുണ്ടായിരുന്നു. ഒരു ജില്ലയിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും അങ്ങനെ 28 പേരാണ്. മൊത്തം 28 പേര്. അപ്പൊ ഈ 28 പേര് കേരള സംസ്ഥാനത്തിൽ ഉടനീളം വന്ന 28 പേരിൽ നിന്നുമാണ് ചിതറായിയുടെ ഗ്രാമപ്രദേശമായ ഇരപ്പിൽ നിന്നും പോയ വിഷ്ണുവിന് 1-ാം സ്ഥാനവും A ഗ്രേഡും കിട്ടിയിരിക്കുന്നത്. തീർത്തും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയോ? സർട്ടിഫിക്കറ്റ് ഉടനെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തികച്ചും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ഈ ഒരു വലിയ നേട്ടം കൈവരിച്ചത് വിഷ്ണുവിൻ്റെ അർപ്പണബോധം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ട്, പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കുട്ടിയാണവൻ. അത്തരത്തിൽ ഈ ഒരു മേഖലയിൽ നിന്നും ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കാം എന്ന് പറയുന്നത് തീർച്ചയായും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാലും മുന്നോട്ട് വരണമെന്നില്ല. എല്ലാത്തരം സാഹചര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വിഷ്ണു. അപ്പോൾ ഇതുപോലെ ഇനിയും ഒത്തിരി വിഷ്ണുമാരുണ്ടാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരും. സോ ദിസ് ഈസ് സൈനിങ് ഓഫ് യുവർ ഓൺ എബിൻ സുരേന്ദ്രൻ. താങ്ക് യു.